Welcome to Plus 2 Exam Package Part 23. Questions from magnetic effect, atomic physics, etc. Question 92. A square loop of side A, small a, falls through a uniform horizontal magnetic field of strength B, restricted to a region as shown in the figure. If the loop falls with its plane always vertical, and if it attains a terminal velocity Vt, finds a relation for Vt. Given mass of the loop is m and the resistance of the loop is R, capital R, resistance of the loop. ഇതാ പിക്ചർ. ഒരു റെസ്ട്രിക്റ്റഡ് റീജിയനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒരു സ്ക്വയർ ലൂപ്പ് താഴോട്ട് വീഴുന്നു. സ്ക്വയർ ലൂപ്പിൻ്റെ സൈഡ് സ്മോൾ എ, ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ബി. എങ്കിൽ ഇത് താഴോട്ട് ഫീൽഡില്ലെങ്കിൽ ഫ്രീ ഫോളാണ്. ഫീൽഡുള്ളത് കൊണ്ട് ലെൻസസിലും അനുസരിച്ച് ഇതിനകത്ത് ഇൻഡക്ഷൻ നടക്കും. ഇൻഡ്യൂസ്ഡ് EMF ഇതിനെ ഒപ്പോസ് ചെയ്യും. ഫോളപ്പ് റിട്ടാർഡ് ആകും. എന്നിട്ട് ടെർമിനൽ വെലോസിറ്റി അറ്റാച്ച് ചെയ്യും. ലിക്വിഡിൽ കൂടെ വിസ്കസ് മീഡിയത്തിൽ കൂടെ ബോളൊക്കെ വീഴുന്ന സന്ദർഭം പോലെ ആകും ഇത്. അപ്പോൾ ഇത് ആദ്യം ഫ്ലക്സ് ലിങ്കേജ് കാണണം. ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഫീൽഡ് സ്ട്രെങ്ത് ബിയാണ്, നോർമലായിട്ടാണ്, ഈ ലൂപ്പിന് പെർപെൻഡിക്കുലറായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ഈസ് ബി ഇൻറ്റു ഏരിയ ഓഫ് ദി ലൂപ്പ്. ബി എ കോസ് തീറ്റ, ഇവിടെ തീറ്റ ഈസ് 0. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നോർമൽ ടു ദി ഫേസ് ഓഫ് ദി കോയിൽ. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ 0 അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി ലൂപ്പ് ഫൈ ഈക്വൽസ് ബി ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ എ സ്ക്വയറാണ്, സ്ക്വയർ ലൂപ്പല്ലേ. അങ്ങനെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, ഇൻഡ്യൂസ് EMF V ഈക്വൽസ് d∅/dt, Faraday's law, that is d/dt of BA². എങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് I ഈക്വൽസ് V/R, ഓംസ് ലോ അനുസരിച്ച്, that is 1/R into d/dt of BA². ഇതിനൊക്കെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 ഒന്നും തട്ടിക്കളയല്ലേ. ഇതവിടെ കിടക്കട്ടെ. ഇനി ഇത് വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് I ഡി എങ്കിൽ പക്ഷേ നമുക്കറിയാം I ഈസ് dq/dt. സോ ദാറ്റ് dq ഈക്വൽസ് I ഇൻറ്റു dt. dq എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ചാർജാണ്, ഡെവലപ്ഡ് ഡ്യൂറിങ് ദി ടൈം ഇൻ്റർവൽ dt. സോ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ചാർജ് കാണാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ dt, ദറ്റ് ഈസ് 1/R ഇനി പുറത്തെടുക്കാം, കോൺസ്റ്റൻ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ d/dt ഓഫ് BA² ഇൻറ്റു dt. ഇൻ്റഗ്രൽ dt. ഇപ്പോൾ ഡിറ്റിയും കൂടെ പോയിട്ട് ഇൻ്റഗ്രൽ 1/R ഇൻറ്റു ഇൻ്റഗ്രൽ d ഓഫ് BA². ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സാണ്. ഇവിടെ എക്സിന് പകരം ഇപ്പോൾ BA², ചുരുക്കത്തിൽ BA²/R എന്ന് വരും. ഇതാണ് ഇൻഡ്യൂസ്ഡ് ചാർജ്. എങ്കിൽ ലോറൻസ് ഫോഴ്സ് അതേ കിട്ടും. മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ അല്ലേ ഈ ചാർജ് വരുന്നത്, ഈ കോയിലിനകത്ത് ഡെവലപ്പ് ചെയ്ത ഇൻഡ്യൂസ്ഡ് ചാർജ് ആയത്. എങ്കിൽ ലോറൻസ് ഫോഴ്സ് അനുസരിച്ച് F ഈക്വൽസ് BQV സൈൻ തീറ്റ. സൈൻ തീറ്റ ഈസ് 90 ഡിഗ്രി ഹിയർ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഫീൽഡ് ഡയറക്ഷൻ കോയിലിൻ്റെ പ്ലെയിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. അത് കോസ് വരും. അപ്പോൾ BQV സൈൻ തീറ്റ, സൈൻ തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ഓഫ് ദി കോയിൽ ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് 90 ഡിഗ്രി. നേരത്തെ ഫ്ലക്സ് എടുത്തപ്പോൾ അത് നോർമലിനും കോയിലിൻ്റെ നോർമലിനും BQ ഇടയ്ക്കുള്ള ആംഗിളാണ്. അതവിടെ 0 എടുത്തത്.
BQV sin 90 degrees or BQV. പക്ഷേ ഇത് വെയ്റ്റിന് തുല്യമാകും. വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റി ആകുമ്പം പിന്നെ നെറ്റ് ഫോഴ്സ് ഒന്നും ഇല്ലെന്ന അർത്ഥം. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ലോറൻസ് ഫോഴ്സ് മുകളിലോട്ടും mg താഴോട്ടും ഉണ്ട്. അത് രണ്ട് ക്യാൻസൽ ചെയ്യും ടെർമിനൽ വെലോസിറ്റി എത്തുമ്പോൾ. അപ്പോൾ when v equals vt, f equals mg, so bq into vയുടെ സ്ഥാനത്ത് vt equals mg, from which b into q is ഇപ്പോൾ മുമ്പ് കിട്ടി q ba square by r, q is ba square by r into vt equals mg, from which terminal velocity vt equals mgr by ba square. ആണല്ലോ. അത് അത്രയേ ഉള്ളൂ. Question number 93. In photoelectric effect, photon behaves as particle. How does it differ from a material particle? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഫോട്ടോണിനെ പാർട്ടിക്കിളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് ഇലക്ട്രോൺ പോലെയൊക്കെയുള്ള പ്രോട്ടോണെ പോലെയൊക്കെയുള്ള മെറ്റീരിയൽ പാർട്ടിക്കിളായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിക്കിളിൻ്റെ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ മെറ്റീരിയൽ പാർട്ടിക്കിളല്ല ഇത്. ഡിഫറൻസ് എന്ന് പറയുന്നത് റെസ്റ്റ് മാസ്. മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഹാവ് റെസ്റ്റ് മാസ്, ബട്ട് റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ ഈസ് 0. അതാ വ്യത്യാസം. ഫോട്ടോൺ നിൽക്കില്ല, നിന്നാൽ പിന്നെ അത് ഫോട്ടോൺ അല്ല. അത് ലൈറ്റിൻ്റെ വെലോസിറ്റി പോകാൻ വരത്തുള്ളൂ, അപ്പോഴതിൽ ഫോട്ടോൺ ആകുന്നത്. നിന്ന് കഴിയുമ്പോൾ മറ്റ് ഫോമിലുള്ള എനർജി ആയിട്ട് ഇത് മാറിപ്പോവുക ലൈറ്റ്. അപ്പോൾ ഫോട്ടോൺ ഇല്ലാതാകും, അപ്പോൾ അതിന് റെസ്റ്റ് മാസ് ഇല്ല. റെസ്റ്റ് മാസ് ഈസ് 0, whereas a material particle has its own rest mass. അതാണ് ഡിഫറൻസ്. ദാറ്റ് ഈസ് ദി ആൻസർ. 94. Rest mass of photon is 0. How can you justify it? നമുക്കറിയാം ഇലക്ട്രോണിനും പ്രോട്ടോണ് ഇങ്ങനെയുള്ള പാർട്ടിക്കിളിനെയൊക്കെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും ഒക്കെ വെച്ച് ആക്സിലറേറ്റ് ചെയ്യാം. അതുപോലെ മാസ് ചാർജ് ഇല്ലാത്ത ആണെങ്കിലും ചാർജ് ഉള്ളതാണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അതിനെ ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ വെച്ചാൽ ആക്സിലറേഷൻ കിട്ടുന്നതിന് മാസുണ്ട്, റെസ്റ്റ് മാസ് ഉണ്ടെന്ന് പറയുക. ഫോട്ടോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഫീൽഡും വെച്ച്, അതുകൊണ്ട് അതിന് റെസ്റ്റ് മാസ് 0 എന്ന് പറയും. അപ്പോൾ ദ റീസൺ ഈസ് photon cannot be accelerated by any kind of field such as electric field, gravitational field, etc. That is why photon is said to have 0 rest mass. 95. Two protons repel each other, but protons in a stream attract. Why? രണ്ട് പ്രോട്ടോൺസ് പരസ്പരം റിപ്പൽ ചെയ്യും, രണ്ടും പോസിറ്റീവ് ചാർജ്. പക്ഷേ പ്രോട്ടോൺസ് ഒരു ബീമായിട്ടിങ്ങനെ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ദ ഷോ എ ടെൻഡൻസി ടു അട്രാക്ട്. വൈ? എ സ്ട്രീം ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വലൻ്റ് ടു എ കറണ്ട്. Two current in parallel direction, in the same parallel direction, will attract because of the magnetic field created by the current. That is the answer. പ്രോട്ടോൺ ഇങ്ങനെ ചലിക്കുമ്പോൾ അതൊരു കറണ്ടാണ്,
കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഒരേ ഡയറക്ഷനിലെ രണ്ട് കമ്പി കൂടെ കറണ്ട് കടത്തിവിട്ടാൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ ബിക്കോസ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷേ വെറുതെ ഇരിക്കുന്ന രണ്ട് പ്രോട്ടോണിലെ സന്ദർഭത്തിൽ അവിടുത്തെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡൊന്നും ഉണ്ടാകുന്നില്ല, ആകെ ഇലക്ട്രിക് ഫോഴ്സേ ഉള്ളൂ. ദാറ്റ് ഈസ് റിപ്പൾഷൻ. Question number 96. A photon of frequency 10 raised to 16 Hertz strikes a stationary hydrogen atom and bounces back without change in frequency. What is the momentum imparted to the hydrogen atom? ഇതിപ്പോൾ റസ്റ്റിലിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റമാണ്. ഇതിലോട്ട് ഒരു ഫോട്ടോൺ വന്ന് വീഴുന്നു. ഫോട്ടോൺ നമുക്കറിയാം, ഫോട്ടോണിൻ്റെ മൊമെൻറ്റം h/λ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം ഇപ്പോൾ h/λ. ഇതിൻ്റെ മൊമെൻറ്റം 0. അപ്പോൾ ഇത് വന്ന് ഇടിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം h/λ പ്ലസ് 0. ഇത് ചെന്ന് ഇടിച്ചിട്ട് ഫോട്ടോൺ ബൗൺസ് ചെയ്ത് തിരിച്ചു വരുന്നതാണ്. ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഒന്നുമില്ലാതെ നേരെ ബൗട്ട് ടേൺ അടിക്കുക, തിരിച്ചിങ്ങോട്ട് വരിക. ഇപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം കൊളിഷൻ കഴിയുമ്പോൾ -h/λ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയില്ലേ, ഇങ്ങോട്ട് വന്ന ഫോട്ടോൺ ഇപ്പോൾ തിരിച്ചു പോവുക. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം -h/λ പ്ലസ് ഈ ഹൈഡ്രജൻ ആറ്റത്തിന് കിട്ടിയ മൊമെൻറ്റം അല്ല, അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം Δp എന്നിരിക്കട്ടെ. സോ ടോട്ടൽ ഇനിഷ്യൽ മൊമെൻറ്റം ഈക്വൽസ് ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഫ്രം വിച്ച് മൊമെൻറ്റം അക്വയർഡ് ബൈ ദി ഹൈഡ്രജൻ ആറ്റം Δp ഈക്വൽസ് -h/λയുടെ മറു സൈഡിലേക്ക് പോകുമ്പോൾ 2h/λ എന്ന് വരും. ഇറ്റ് ഈസ് 2h/λ എന്ന് പറഞ്ഞാൽ c/nu ആ. c ഈക്വൽസ് ന്യൂ ലാംഡ, ഓർ ഇറ്റ് ഈസ് 2h/nu/c. That is 2 into h is 6.6 into 10⁻⁻34 into nu is 10⁻16 Hertz എന്ന് തന്നിട്ടുണ്ട്, by z 3 into 10⁸8. Answer is 4.4 into 10⁻26 kilogram meter per second. ബാക്കി നമ്മളടുത്ത പോസ്റ്റിംഗ് ആണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വളരെയധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്തെയുള്ള പോസ്റ്റിംഗ് ക്വസ്റ്റ്യൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെ നിങ്ങൾക്കത് കിട്ടൂ. കാണാൻ ശ്രമിക്കുക. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടുണ്ട്, തിയറി ചർച്ച ചെയ്തിട്ടുണ്ട്, ആൻഡ് സോ ഓൺ. ഇവിടെ ഇനിയും വന്നുകൊണ്ടിരിക്കുക എൻട്രൻസിനൊക്കെ ഉപകരിക്കുന്ന ചോദ്യങ്ങൾ. എൻട്രൻസ് പ്രത്യേകം പോസ്റ്റിങ്സ് ഉണ്ട്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.